ഫിലിം ഗ്യാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ലാലേട്ടന്റെ മലൈക്കോട്ടെ വാലിബൻ തിയേറ്ററുകളിലേക്ക് എത്താൻ ഇനി വെറും 5 ദിവസങ്ങൾ മാത്രം ബാക്കി. ബ്രഹ്മാണ്ഡ സിനിമയായിട്ട് 2024 ആദ്യത്തെ വമ്പൻ പാനന്തൻ റിലീസായിട്ട് എത്തുന്ന മലയാളം സിനിമ കൂടിയായ വാലിബനെ കുറിച്ചുള്ള ചർച്ചകളാണല്ലോ സോഷ്യൽ മീഡിയയിൽ എങ്ങും. ഇന്നും ഇന്നലെയും ഒക്കെ ആയിട്ട് ഇതിനോടകം തന്നെ കഴിഞ്ഞ 24-48 മണിക്കൂറുകൾക്കിടയിൽ ഒട്ടനേകം അഭിമുഖങ്ങളാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. അതുവഴി സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളും അതോടൊപ്പം തന്നെ ലാലേട്ടന്റെ സിനിമയെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങളും അതോടൊപ്പം മറ്റ് അണിയറ പ്രവർത്തകരുടെ അഭിമുഖങ്ങളും കൂടാതെ ലാലേട്ടൻ, ലിജു ജോസ് പെല്ലിശ്ശേരി, ബോണ്ടെല്ലാം തന്നെയാണ് അഭിമുഖങ്ങളിൽ നിന്ന് നമ്മുടെ പ്രേക്ഷകരിലേക്ക് കൂടുതലായിട്ട് എത്തപ്പെട്ടിരിക്കുന്നത്. ലിജു ജോസ് പെല്ലിശ്ശേരിയുടെ 10ാമത്തെ സിനിമ കൂടിയായ മലൈക്കോട്ടെ വാലിബൻ അദ്ദേഹത്തിന്റെ ഫാൻ ബോയ് സിനിമ കൂടിയാണ് എന്നാണ് ഇന്ന് നടന്ന ഏറ്റവും പുതിയ അഭിമുഖങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. സിനിമയിൽ അസോസിയേറ്റ് ആയിട്ട് പ്രവർത്തിച്ച ടിനു പാപ്പച്ചനും മലൈക്കോട്ടെ വാലിബന്റെ അഭിമുഖത്തിൽ പങ്കെടുക്കുകയും ഉണ്ടായി. അതിൽ അദ്ദേഹം കൂടി വെളിപ്പെടുത്തിയിട്ടുണ്ട്, സിനിമയിൽ നാം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ സർപ്രൈസ് എലമെന്റ്സ് എല്ലാം തന്നെ ഉണ്ട് എന്ന്. തിയേറ്റർ കുലുങ്ങും എന്നൊക്കെ പറഞ്ഞ ടിനു പാപ്പച്ചൻ ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് കാത്തിരിക്കാം ജനുവരി 25-ന് എന്തൊക്കെ കാണുമെന്ന ആകാംക്ഷയോടെ അറിയാനായിട്ട്. മനോരമ ന്യൂസിന്റെയും മറ്റുമെല്ലാം തന്നെ അഭിമുഖങ്ങൾ കണ്ടപ്പോൾ ലാലേട്ടനും ലിജു ജോസ് പെല്ലിശ്ശേരിയും ഒരേ ചിന്താഗതിക്കാരാണോ എന്ന് പോലും തോന്നിപ്പോയി. എന്തായാലും നല്ലൊരു ബോണ്ട് ഇരുവരും തമ്മിൽ ഉടലെടുത്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് ഈ സിനിമയുടെ വിജയത്തിലും ആവർത്തിക്കട്ടെ. അതോടൊപ്പം തന്നെ ഇനിയും തുടർന്ന് ഈ കോംബോയിൽ സിനിമകൾ ഉണ്ടാകട്ടെ എന്ന് നിലവിൽ നമുക്ക് ആശംസിക്കാം. ഇതിനിടയിൽ മമ്മൂക്കയുടെ കാതൽ ദി കോർ എന്ന സിനിമയെ കൂടി ലാലേട്ടൻ പ്രശംസിക്കാൻ മറന്നില്ല. കഴിഞ്ഞ ദിവസം രാത്രിയിൽ താൻ കാതൽ ദി കോർ കണ്ടുവെന്നും മമ്മൂക്കയുടേത് വളരെ ചലഞ്ചിങ് റോളാണ്, മികച്ച സിനിമയാണ് എന്നൊക്കെയാണ് ലാലേട്ടൻ കാതലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇനി സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട പ്രീസെയിൽ കളക്ഷനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ വിദേശ രാജ്യങ്ങളിലെ റെക്കോർഡ് റിലീസ് ഒരു മലയാളം സിനിമയ്ക്ക് ലഭ്യമാകുന്നതിൽ വെച്ച് ഏറ്റവും വലിയ റിലീസ് എന്നൊരു റിപ്പോർട്ട് പുറത്തു വന്ന സിനിമയുടെ ഏറ്റവും പുതിയൊരു ഒഫീഷ്യൽ അപ്ഡേറ്റ് എന്തെന്നാൽ GCC രാജ്യങ്ങൾ മാറ്റി നിർത്തിയാൽ 59 രാജ്യങ്ങളിലാണ് ലാലേട്ടന്റെ മലൈക്കോട്ടെ വാലിബൻ റിലീസിനെത്തുന്നത് എന്നാണ് ഇന്ന് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പുറത്തു വന്നിരിക്കുന്നത്. മലയാള സിനിമ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് ഇതാദ്യമാണ്. എന്തായാലും വിദേശ രാജ്യങ്ങളിലെ വമ്പൻ കളക്ഷൻ തൂക്കും സിനിമ എന്ന് നിസ്സംശയം പറയാം. ഇനി പ്രീസെയിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ രാത്രിയോടെ തന്നെ 1,50,00,000 കേരള പ്രീസെയിൽ കളക്ഷൻ എത്തപ്പെട്ട സിനിമ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഏകദേശം 1,70,00,000 കേരള പ്രീസെയിൽ കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയോടെ അത് 2 കോടി കടക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതേസമയം വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ ഇന്നലെ രാത്രിയോടെ തന്നെ 2.5 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെട്ടിരുന്നു. ഓവർസീസ് പ്രീസെയിൽ കളക്ഷൻ മാത്രം 1 കോടി കടന്നിരിക്കുകയാണ്. ഇന്ന് അർദ്ധരാത്രിയോടെ ഒരുപക്ഷെ 3 കോടി രൂപയ്ക്ക് മുകളിൽ സിനിമയുടെ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ കടന്നേക്കാം. എല്ലാ അർത്ഥത്തിലും വളരെ മികച്ച തുടക്കം മലൈക്കോട്ടെ വാലിബൻ പ്രീസെയിലൂടെ നേടിയെടുത്തിരിക്കുകയാണ്. സിനിമയുടെ അണിയറ പ്രവർത്തകർ സിനിമയിൽ കോൺഫിഡന്റ് ആണെങ്കിൽ പോലും സിനിമയെ വേറെ ലെവൽ ഹൈപ്പിലേക്ക് കൊണ്ടുപോകാനായിട്ട് സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് താല്പര്യമില്ല എന്ന് ലാലേട്ടന്റെയും ലിജുയുടെയും ഒപ്പം തന്നെ പ്രൊഡ്യൂസറിന്റെയും വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. എന്നിട്ട് പോലും ഈ ലെവൽ പ്രീസെയിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കാത്തിരിക്കാം അടുത്ത 5 ദിവസങ്ങളിൽ കാണാനിരിക്കുന്ന അടുത്ത പ്രീസെയിൽ ഘട്ടങ്ങൾ കേട്ട്.